ഡിയർ സ്റ്റുഡൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വരുന്നിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ വരുന്നിട്ടുള്ള IP അഡ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് ദ സൈസ് ഓഫ് നെറ്റ്വർക്ക് ബിറ്റ് ആൻഡ് ഹോസ്റ്റ് ബിറ്റ് ഓഫ് ക്ലാസ് എ ഓഫ് IP അഡ്രസ്സസ്? നമുക്കറിയാം ക്ലാസ് ഫുൾ ആൻഡ് ക്ലാസ്ലെസ് ആയിട്ടാണ് നമ്മുടെ IP അഡ്രസ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്ലാസ് ഫുള്ളിനകത്ത് നമുക്കറിയാം പലതരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി ആൻഡ് ക്ലാസ് ഇ. ഇവിടെ ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ഇ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്തേക്കുകയാണ്. ഇനി നമുക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നീ 3 ക്ലാസ്സുകളാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളുടെ നെറ്റ്വർക്ക് അഡ്രസ് ക്ലാസ് എയിലുള്ള ഒരു നെറ്റ്വർക്ക് അഡ്രസ് ആണ് എങ്കിൽ we have to find out the size of network bit and host bit. നമുക്കറിയാം നമ്മുടെ ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. ആ 32 ബിറ്റില് നമുക്ക് 2 പോർഷൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് 32 ബിറ്റിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്, നെറ്റ്വർക്ക് പോർഷനും ഹോസ്റ്റ് പോർഷനും. അതില് നമ്മൾ എപ്പോഴും പറയുന്നത് ക്ലാസ് എയിലെ 8 ബിറ്റ്, ആദ്യത്തെ 8 ബിറ്റ് നെറ്റ്വർക്കും പിന്നീട് വരുന്ന 24 ബിറ്റ് ഹോസ്റ്റുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ബിയില് ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്കും പിന്നീട് വരുന്ന 16 ബിറ്റ് ഹോസ്റ്റിനുമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലാസ് സി വരുമ്പോൾ ആദ്യത്തെ 24 ബിറ്റ് നെറ്റ്വർക്കിനും പിന്നീട് വരുന്ന 8 ബിറ്റ് ഹോസ്റ്റിനുമാണെന്ന് നമുക്കറിയാം. ഇതൊരു ജനറലൈസ്ഡ് വേയില് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണെന്ന് അറിയാം. എന്നാൽ ക്ലാസ് എയില് ആദ്യത്തെ 1 ബിറ്റ്, ഈ 8 ബിറ്റിൽ 1 ബിറ്റ് ഫിക്സഡ് ആണ്. ക്ലാസ് ബിയിലെ ആദ്യത്തെ 2 ബിറ്റ് ഫിക്സഡ് ആണ്. നെറ്റ്വർക്ക് പോർഷൻ ആണെന്ന് ശ്രദ്ധിക്കുക. നെറ്റ്വർക്കിലെ ആദ്യത്തെ 1 ബിറ്റ് ഫിക്സഡ് ആണ് ഇൻ കേസ് ഓഫ് ക്ലാസ് എ. ആൻഡ് ഫോർ ക്ലാസ് ബി, ഫസ്റ്റ് 2 ബിറ്റ് ഓഫ് നെറ്റ്വർക്ക് പാർട്ട് ഈസ് ഫിക്സഡ്, ദാറ്റ് ഈസ് 1 0. ആൻഡ് ഇൻ കേസ് ഓഫ് ക്ലാസ് സി, the first 3 bit of network part is fixed. So, come back to our question. We have to find out the total number of bits are required for the network bit and host bit. So, class A ആയതുകൊണ്ട് തന്നെ we can say that it is 8 bit for network and 24 bit for host. So, actually അങ്ങനെ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ചോയ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, പിന്നീട് നമുക്ക് വേറൊരു പോസിബിലിറ്റി ആലോചിക്കാൻ പറ്റുന്നത് എന്തായിരുന്നു? നമുക്കറിയാം നെറ്റ്വർക്കിലെ കുറച്ച് ബിറ്റുകൾ നമ്മൾ ഫിക്സഡ് ആക്കുമ്പോൾ പിന്നീട് നെറ്റ്വർക്ക് ബിറ്റ് ക്ലാസ് എയില് 7 ആയിട്ടും ക്ലാസ് ബിയില് അതൊരു 14 ആയിട്ടും ക്ലാസ് സിയില് 21 ആയിട്ടും മാറും. പക്ഷെ ഹോസ്റ്റ് ബിറ്റിന് യാതൊരു മാറ്റവും വരുന്നില്ല. സോ അങ്ങനാണ് എങ്കിൽ ക്ലാസ് എ നോക്കിക്കോളൂ. ക്ലാസ് എ വിൽ ഗീവ് 7 ബിറ്റ് ഫോർ നെറ്റ്വർക്ക് and 24 bit for host. So ഈ ഒരു പോസിബിലിറ്റി വരുന്ന ചോയ്സ് നമ്മൾ നോക്കിക്കോളൂ. ഇത് ഓപ്ഷൻ എ ആണ് ഈ ഒരു പോസിബിലിറ്റി വരുന്ന ചോയ്സ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് കൺസെപ്റ്റുകളെല്ലാം അറിയാം എന്നിരുന്നാൽ പോലും പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമുക്ക് ഡയറക്ട്ലി പിക്ക് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിനുവേണ്ടി എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കുക. ആ ഒരു പോസിബിലിറ്റി ഇവിടെ നോക്കുകയാണ് എങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വൈ? ദ റീസൺ ഈസ് ദാറ്റ് ദ നെറ്റ്വർക്ക് ബിറ്റ് ഈസ് 14 ഫോർ ഓപ്ഷൻ ബി ആൻഡ് 15 ഫോർ ഓപ്ഷൻ സി. അറ്റ് ദ സെയിം ടൈം ദ ഹോസ്റ്റ് ബിറ്റ് ഫോർ ബോത്ത് option B and C are 16. So we can eliminate these 2 options, which means that in class A, we obviously know that the network bit is 8 and host bit is 24, and network bit may be changed into 7 bit. അത് എങ്ങനെയാണ് 7 ബിറ്റിലോട്ട് ചേഞ്ച് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്?
when we consider the first bit of the network part is fixed. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ട് കരുതുമ്പോഴാണ് 8ൽ നിന്ന് 7ലോട്ട് നെറ്റ്വർക്ക് ബിറ്റ് മാറുന്നത്. സോ ആ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എയിലും ഡിയിലുമാണ്. സോ there is a chance of option A and D. Okay, then we consider the host bit. Obviously we know that the host part is 24 bit in case of class A address. So without any doubt we can eliminate the option D because it contains the host bit of 16 bit. So the right answer is option A. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In second question, the question is, a network on the internet has a subnet mask of 255.255.240.0. What is the maximum number of hosts it can handle? From the question, it is clear that the subnet mask is 255.240.0. ഈ സബ്നെറ്റ് മാസ്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ സബ്നെറ്റിംഗ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് ഒരു IP അഡ്രസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു ഫോർ അവർ ഓർഗനൈസേഷൻ. സോ ആ ഓർഗനൈസേഷൻ ഉള്ളിൽ if you want to create sub network, we can borrow some bits from host part into network part in order to create the subnets. So കോൺസെപ്റ്റ് എത്ര മാത്രം, നമുക്കൊരു നെറ്റ്വർക്ക്, നമുക്ക് ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷെ ആ നെറ്റ്വർക്കിനുള്ളിൽ നമുക്ക് സബ് നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് അടുത്തൊരു IP അഡ്രസ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. That we have an IP address. Using that IP address, we can create sub networks. ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? നമ്മളുടെ ഹോസ്റ്റ് ബിറ്റിൽ നിന്ന് we can borrow some bits to network part. ഓക്കെ, സോ അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഇവിടെ 255 ഈ സബ്നെറ്റ് മാസ്ക് വിച്ച് റെപ്രസെന്റ്, എങ്ങനെയാണ് ഈ സബ്നെറ്റ് മാസ്ക് കിട്ടുന്നത്? when we represent all network bits is to 1, നമ്മൾ നെറ്റ്വർക്ക് ബിറ്റ്സുകൾ 1 ആക്കി സെറ്റ് ചെയ്യുമ്പോഴാണ് we get the subnet mask. സോ ഇതൊരു 8 ബിറ്റ് ആണ്, ഇത് 8 ബിറ്റ് ആണ്, ഇത് 8 ബിറ്റ് ആണ്. ടോട്ടലി we have 32 ബിറ്റ്. സപ്പോസ് ഇവിടെ ഈ 8 ബിറ്റും 1 ആയതുകൊണ്ടാണ് ഇവിടെ 255 വന്നത്. ഇവിടെ 8 ബിറ്റ് 1 ആയതുകൊണ്ടാണ് അവിടെയും 255 വന്നത്. ഇനി ഇവിടെ 240 അതാ വന്നേക്കുന്നത്. അതായത് 240 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റും 1 അല്ല. ഈ 1 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നെറ്റ്വർക്ക് പാർട്ടിനെയാണ് 1 റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 8 ബിറ്റ് 1 അല്ല. നമുക്കറിയാം നമ്മുടെ 8 ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തത് നല്ലതായിരിക്കും. ഈ ഒരു പൊസിഷൻ 1 ആണ് എങ്കിൽ we get 128. ഈ ഒരു പൊസിഷൻ 1 ആണ് എങ്കിൽ we get 128 plus 64, that is 192. ഈ ഒരു പൊസിഷൻ 1 ആണ് എങ്കിൽ we get 128 plus 64 plus 32. Okay, that is 224 കിട്ടും. ഈ ഒരു പോർഷൻ 1 ആണ് എങ്കിൽ 224 plus 16 കിട്ടും, that is 240 കിട്ടും. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമ്മൾ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു കോമ്പിനേഷൻ ആണ് 240 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വലി ഇതായിരുന്നു നമ്മളുടെ 16 ബിറ്റ് ആയിട്ടുള്ള ഹോസ്റ്റ്. ഈ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ എത്ര ബിറ്റാ ബോറോ ചെയ്തത്? നമ്മൾ 4 ബിറ്റ് 4 ബിറ്റ് ബോറോ ചെയ്തു. എങ്ങോട്ട്? 4 ബിറ്റ് ബോറോ ടു നെറ്റ്വർക്ക് പാർട്ട്, നെറ്റ്വർക്കിലോട്ട് ബോറോ ചെയ്തു. പിന്നീട് ബാക്കി നമുക്ക് ഇവിടെ എത്ര ബിറ്റ് ഉണ്ട്? ഇവിടെ 4 ബിറ്റ് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് 4 ബിറ്റ് കിട്ടി ഹോസ്റ്റിന്റെ പാർട്ടിൽ, ഇവിടെ നമുക്ക് 8 ബിറ്റ് കിട്ടി. സോ ടോട്ടൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 4 plus 8, that is 12 ആണ് ഹോസ്റ്റ് ബിറ്റ് വന്നത്. സോ മാക്സിമം നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2^12 -2 വരും. എന്തുകൊണ്ടാണ് -2 വന്നത്? നമുക്കറിയാം ഹോസ്റ്റിൽ നിന്ന്
ആദ്യത്തെ ഹോസ്റ്റ് നമ്മള് സബ് നെറ്റ്വർക്ക് അഡ്രസ്സിന് വേണ്ടിയും ലാസ്റ്റത്തെ ഹോസ്റ്റ് സബ് നെറ്റ്വർക്ക് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിന് വേണ്ടിയും മാറ്റിവെച്ചു. പിന്നീടുള്ള ഹോസ്റ്റുകളെ മാത്രമേ നമുക്ക് ഹോസ്റ്റിലോട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ 2:12 എത്രയാണ്? നമുക്കറിയാം 2:10 എന്ന് പറയുന്നത് 1024 ആണ്. ഇൻറ്റു ഒരു 2 ചെയ്താൽ പോരെ? ഇൻറ്റു ഒരു 2 അല്ല, ഇൻറ്റു ഒരു 4 ചെയ്താൽ മതി അല്ലെ? ഇൻറ്റു ഒരു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 അല്ല, ഒന്ന് ഞാൻ എറേസ് ചെയ്തോട്ടെ. 16904. ആക്ച്വലി ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു സബ്നെറ്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ് എന്ന് പറയുന്നത് 1096 ആണ്. പക്ഷെ ഈ 1096-ലെ ആദ്യത്തെ അഡ്രസ് എന്തിനു വേണ്ടിയാണ്? സബ് നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ടും ലാസ്റ്റത്തെ അഡ്രസ് സബ് നെറ്റ്വർക്ക് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിട്ടും മാറ്റപ്പെടും. സോ ആ രണ്ടെണ്ണം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4096-ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4094 നമുക്ക് പിന്നീട് ഹോസ്റ്റിന് വേണ്ടി കണക്ട് ചെയ്യാൻ കിട്ടുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് given the IP address 201.14.78.64 and the subnet mask 255.255.255.224, what is the subnet address? അതായത് നമുക്കൊരു അഡ്രസ് നമ്മുടെ തന്നിട്ടുണ്ട്, ഒരു നെറ്റ്വർക്കിലെ ഒരു അഡ്രസ് തന്നിട്ടുണ്ട്. ആ അഡ്രസ് ബിലോങ് ചെയ്യുന്ന സബ്നെറ്റ് മാസ്ക് ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സബ് നെറ്റ്വർക്ക് അഡ്രസ്. അതായത് സബ് നെറ്റ്വർക്ക് അഡ്രസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കുക, സബ് നെറ്റ്വർക്ക് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ് ഉണ്ടാകും, അതുപോലെ സബ് നെറ്റ്വർക്ക് മാസ്ക് ഉണ്ടാകും അല്ലെ? സബ്നെറ്റ് മാസ്ക് ഉണ്ടാകും. ദാറ്റ് ഈസ് ഞാൻ SM വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. സോ ഈ IP അഡ്രസ്സിനെയും അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്കിനെയും ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് സബ് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷൻ മൈൻഡിൽ വെക്കുക. സബ് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടാൻ വേണ്ടി തന്നിരിക്കുന്ന IP അഡ്രസ്സിനെയും അതോടൊപ്പം തന്നെ സബ്നെറ്റ് മാസ്കിനെയും ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. Then you will get subnet address. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ IP അഡ്രസ് എന്താണ്? 201.14.78.65. ഇനി ലോജിക്കൽ ആൻഡ് പെർഫോം ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? സബ്നെറ്റ് മാസ്കുമായിട്ട്. ദാറ്റ് ഇസ് 255.255.255.224. ഇനി നമുക്കിത് ആൻഡ് ചെയ്യണം. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 255 എന്ന് പറഞ്ഞാൽ ഫുൾ വൺസ് ആണ്. ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമുക്ക്, ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ ഈ 255-നെ ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ 8 വൺസ് ആണ്. 201-നും ഒരു ബൈനറി റെപ്രസെന്റേഷൻ ഉണ്ടാവും. അപ്പം ഇത് രണ്ടും ലോജിക്കലി ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്രയായിരിക്കും കിട്ടുന്നത്? 201 ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ആണ് 10. ഓക്കെ, 10-നെ നമുക്ക് എങ്ങനെ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? 8010 ആണ് അല്ലെ? ഇത് 8-ന്റെ പൊസിഷൻ, ഇത് 4-ന്റെ പൊസിഷൻ, ഇത് 2-ന്റെ പൊസിഷൻ, ഇത് 1-ന്റെ പൊസിഷൻ. ഇതാണ് 8. 8-നെ 15 കൊണ്ട്, 10. ഈ 10-നെ നമ്മൾ 15 കൊണ്ട് ആൻഡ് ചെയ്യാൻ പോവാ. 15 എന്ന് പറഞ്ഞാൽ ഫുൾ 1 അല്ലെ? ബൈനറി റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. അപ്പൊ ആൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 1ഉം 1ഉം ആൻഡ് ചെയ്യുമ്പോൾ 1, 1ഉം 0ഉം ആൻഡ് ചെയ്യുമ്പോൾ 0, 1ഉം 1ഉം ആൻഡ് ചെയ്യുമ്പോൾ 1, 1ഉം 0ഉം ആൻഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? റിസൾട്ട് എത്രയാണ് കിട്ടിയേ? 10 തന്നെ കിട്ടിയില്ലേ? അതായത് ഫുൾ 1ന്റെ കൂടെ ഒരു നമ്പറിനെ നമ്മൾ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ ആയിരിക്കും കിട്ടുന്നത്.
അപ്പൊ ഒബ്വിയസ്ലി 201നെ നമ്മൾ 255 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 201 കിട്ടും. അതുപോലെ 14നെ 255 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 14 തന്നെ കിട്ടും. 78നെ 255 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 78 തന്നെ കിട്ടും. സോ നമുക്ക് എല്ലാ ഓപ്ഷനിലും ആ 3 ഒക്ടക്റ്റും സെയിം ആണ്. ഇനി 4ാമത്തെ ഒക്ടക്റ്റ് ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ ഫൈനൽ ആൻസറിന് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ 4ാമത്തെ ഒക്ടക്റ്റ് ആണ്. അപ്പൊ നമുക്ക് 65 അല്ലെ, 65യുടെ റെപ്രസെന്റേഷൻ എന്താ? ഞാനൊന്ന് ബിറ്റ് ആയിട്ട് ഒന്ന് എഴുതട്ടെ. ഓക്കെ, 65 എന്ന് പറയുമ്പോൾ 128 ബിറ്റ് 0 ആണ്, 64 ബിറ്റ് 1 ആണ്, ദെൻ 32 ബിറ്റ് 0, 16 ബിറ്റ് 0, 8 ബിറ്റ് 0, 4 ബിറ്റ് 0, 2 ബിറ്റ് 0, 1ന്റെ പൊസിഷൻ 1 ആയിരിക്കും. ഇനി 224 എന്ന് പറഞ്ഞാലോ 190 128 1 അതുപോലെ തന്നെ 64ന്റെ പൊസിഷൻ 1, ദെൻ 32ന്റെ പൊസിഷൻ 1, ബാക്കി എല്ലാ പൊസിഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതിനെ രണ്ടും നമ്മള് ആൻഡ് ഓപ്പറേഷൻ ചെയ്തേ. 0 1 0 0 0 0 0 0 അല്ലെ, ഇത്രയും കിട്ടും. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എത്രയാ? 64. സോ നമുക്ക് ഇവിടെ 64 കിട്ടും. അപ്പൊ ഫൈനൽ ആൻസർ എത്രയാ മക്കളെ? 201.14.78.64. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ ഒരു സബ് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സിനോടൊപ്പം സബ്നെറ്റ് മാസ്ക് ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് സബ് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു 3 ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In IP version 4 IP address, the given address belongs to which class? ഈ ഒരു അഡ്രസ് ഏത് ക്ലാസ്സിലോട്ടാണ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ട് കളയണ്ട, കാരണം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് അറിയാമെന്നൊക്കെ വിചാരിച്ച് പോയാൽ പോലും നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരാതെ നമുക്ക് ഫൈനലി ആൻസർ ചെയ്യണം. നമുക്ക് ഈ ഒരു കാറ്റഗറി എവിടെയാ വരുന്നത്? നമുക്കറിയാം ക്ലാസ് എ എന്ന് പറയുമ്പോ 1 തൊട്ട് 1 അല്ല 0 തൊട്ട് 127 വരെ വരും അല്ലെ. ബി എന്ന് പറയുന്നത് 128 തൊട്ട് 191 വരെ വരും. സി എന്ന് പറയുന്നത് 192 തൊട്ട് 223 വരെ വരും. ഡി എന്ന് പറയുന്നത് 224 തൊട്ട് 239 വരെ വരും. ഇ എന്ന് പറയുന്നത് 240 തൊട്ട് 255 വരെ വരും. ഓക്കെ, അപ്പൊ അങ്ങനാണ് എങ്കിൽ ഈ അഡ്രസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സിയിലല്ലേ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന്റെയും ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ. 5th question. The IP address dash is used by host when they are being booted. അതായത് നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു IP അഡ്രസ് ഉണ്ടാകും. അത് ഏത് IP അഡ്രസ് ആണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മളുടെ IP അഡ്രസ്സിന്റെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അത് ഏതാണ് IP അഡ്രസ് എന്നുള്ളത്. എനിവേ മനസ്സിലാക്കേണ്ടത് 127 യൂസ് ചെയ്യുന്ന IP അഡ്രസ്സിനെയാണ് നമ്മൾ ലൂപ്പ് ബാക്ക് IP അഡ്രസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് കണക്ഷൻ, അതായത് നമ്മളുടെ നെറ്റ്വർക്കിന്റെ ബൗണ്ടറി വരെ ആ കണക്ഷൻ പോകും, ഔട്ട്സൈഡിലോട്ട് കണക്ഷൻ പോവില്ല. നമ്മുടെ നെറ്റ്വർക്കിൽ ചുമ്മാ അതായത് ആ റൂട്ട് ക്ലിയർ ആണോ, ഡയഗ്നോസിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് ബാക്ക് IP അഡ്രസ്, നമ്മുടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് പ്രോപ്പർ ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് ബാക്ക് അഡ്രസ് യൂസ് ചെയ്യുന്നത്. അത് 127.0.0.0 മുതൽ 127.255.255 വരെയാണ്. അതുപോലെ തന്നെ 10.0.0.10 എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് IP അഡ്രസ് ആണ്. നമുക്കറിയാം നമ്മുടെ IP അഡ്രസ്സിന് 2 കാറ്റഗറി ഉണ്ട്, പ്രൈവറ്റും പബ്ലിക്കും. അപ്പൊ 10. വരുന്നത് പ്രൈവറ്റ് IP അഡ്രസ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന IP അഡ്രസ് ഏതാണെന്നാണ്. അത് 0.0.0.0 ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ.
അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന IP അഡ്രസ് ആണ് നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരു ക്വസ്റ്റിനെ ചോദിക്കാം DHCP ക്ലയന്റ് യൂസ് ചെയ്യുന്ന IP അഡ്രസ് ഏതാന്ന് ചോദിച്ചാലും 0.0.0.0 തന്നെയായിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. What percentage of IP version 4 IP address space do all class C address consume? ഇത് നമ്മളുടെ ഈ ഒരു IP അഡ്രസ്സിന്റെ സെഷൻ ആ ഒരു ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ആ ഒരു ക്ലാസ് കേൾക്കാത്തവര്, ചിലർ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിച്ച് ചിലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മിസ്സായി പോകണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മളുടെ IP അഡ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം 32 ബിറ്റ് ആണ്. ഈ 32 ബിറ്റ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് മാക്സിമം ഓഫ് 2:32 അഡ്രസ് സ്പേസ്. അപ്പൊ അസ്യൂം ചെയ്യുക ആ അഡ്രസ് സ്പേസ് ഇതാണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ആ അഡ്രസ് സ്പേസിൽ കുറെ അഡ്രസ്സുകൾ വിച്ച് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0, ബൈനറി റെപ്രസെന്റേഷനിലാണെങ്കിൽ കുറെ അഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കാം, കുറെ അഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 റെപ്രസെന്റേഷൻ വെച്ചിട്ടായിരിക്കാം. ഓക്കെ, 1 വെച്ചിട്ടായിരിക്കാം. സോ നമുക്ക് 100% അഡ്രസ് ഉള്ളത്. അതിൽ ഒരു 50% ഏതായി? 50% 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഉള്ള 1% വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും എഗെയിൻ ഒരു 50% ആയി. ഇനി ഈ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് അഡ്രസ് ആണ്? ക്ലാസ് A ആണ് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന IP അഡ്രസ്. ഓക്കെ, ഇനി ഈ 1 എന്ന് പറയുമ്പോൾ വി ക്യാൻ സ്പ്ലിറ്റ് എഗെയിൻ. അതായത് ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാം. ക്ലാസ് എയുടെ ഫസ്റ്റ് ബിറ്റ് 0 ആയിരിക്കും. ക്ലാസ് ബിയുടെ എന്തായിരിക്കും? ക്ലാസ് A. ക്ലാസ് ബിയുടെ എന്തായിരിക്കും? 10 ആയിരിക്കും. ക്ലാസ് സിക്ക് എന്തായിരിക്കും? 110 ആയിരിക്കും. ക്ലാസ് ഡിക്ക് എന്തായിരിക്കും? 1110 ആയിരിക്കും. ക്ലാസ് ഇക്കോ? ക്ലാസ് ഇക്ക് 4 1s ആയിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ബിറ്റുകളാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ക്ലാസ് B C D Eക്കൊക്കെ ആദ്യം 1 ബിറ്റ് ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസ് ബിനെ നമ്മൾ ക്ലാസ് ബിയുടെ ഒരു പോർഷൻ, അതായത് ഇത് ക്ലാസ് ബി ആയിരുന്നു, അതിൽ ആദ്യത്തെ പോർഷൻ നമ്മൾ ഒരു 10 വെച്ചും സെക്കൻഡ് പോർഷൻ 1 വെച്ചുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ടോട്ടൽ 15 നമ്മൾ ഈക്വലി പകുതിയാക്കി ഡിവൈഡ് ചെയ്തപ്പോ ഈ പോർഷൻ എത്രയായി മാറി? 25% ആയി മാറി. ഈ പോർഷനും എന്തായി മാറി? 25% ആയി മാറി. ഇനി നമ്മളുടെ കോമ്പിനേഷൻ വരുന്നത് എന്താണ്? 110യും 111ഉം വരും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എഗെയിൻ നമ്മൾ ഈ 11 വരുന്ന പോർഷൻ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു പോർഷനിൽ 110യും മറ്റൊരു പോർഷനിൽ 111ഉം ആയി. അപ്പോ ഈ 25ന്റെ പകുതിയായി മാറി. അത് എത്രയാണ്? 12.5 ആയി. ഇവിടെയും നമുക്ക് എത്ര കിട്ടി? 12.5 കിട്ടി. ഇനി ഈ 11 വരുന്ന കോമ്പിനേഷൻ നോക്കിക്കേ, വീണ്ടും ഉണ്ട് 110യും ഉണ്ട് 111ഉം ഉണ്ട്. Again we split this portion into 2 equal half, that is 1110 and 1111. അപ്പൊ ഇവിടെ എത്ര കിട്ടി? by 2 അല്ലേ ചെയ്യണ്ടേ? which is equal to 6.25 വന്നു. അതായത് ക്ലാസ് A എന്ന് പറയുന്നത് 50%ഉം ക്ലാസ് B എന്ന് പറയുന്നത് 25%ഉം ക്ലാസ് സി എന്ന് പറയുന്നത് 12.5%ഉം ക്ലാസ് ഡി ആൻഡ് ഇ എന്ന് പറയുന്നത് 6.25%ഉം ആയി. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? IP അഡ്രസ് സ്പേസിൽ ക്ലാസ് സിയുടെ എത്ര പെർസെന്റേജ്, ക്ലാസ് സി എത്ര പെർസെന്റേജ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ എത്ര പെർസെന്റേജ് ആണ്? ഓപ്ഷൻ ഡി 12.5% ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. The address of class B host is split into subnet with 6-bit subnet number. What is the maximum number of subnet and maximum number of host in each subnet? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ബി ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ ക്ലാസ് ബി ആണ് എങ്കിൽ അതിന്റെ ഡിഫോൾട്ട് മാസ്ക് എന്ന് പറയുന്നത് 255.255.0.0 ആണ് ഡിഫോൾട്ട് മാസ്ക് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് മാസ്ക് എന്ന് പറയുന്നത് ഇതാണ് ക്ലാസ് ബി ആയതുകൊണ്ട്. ഇനി നമ്മളോട് പറയുവാണ് 6 ബിറ്റ് ബോറോ ചെയ്യുമ്പോൾ നമുക്ക് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്നെറ്റ് മാസ്ക് ആണ് വരുന്നത് അല്ലെ? അപ്പൊ 255.255.6 ബിറ്റ് ആണ് ബോറോ ചെയ്യുന്നത് അല്ലെ? അതായത് ശ്രദ്ധിച്ചോളൂ, നമുക്കറിയാം 8 ബിറ്റ് ആണ് ഈ കോമ്പിനേഷനിൽ വരുന്നത്. അതിലെ 1 1 1 1
1 1 ഈ ഇത്രയും ബിറ്റുകളാണ് നമ്മൾ ബോറോ ചെയ്തത്. അപ്പൊ ഇത്രയും ബിറ്റുകൾ ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 255 ആണെന്ന് അറിയാം. അതിൽ നിന്ന് ഈ 2 പൊസിഷൻ മൈനസ് ചെയ്താൽ പോരെ. ഈ പൊസിഷൻ എന്തിന്റെയൊക്കെയാ? 2-ന്റെയും 1-ന്റെയും. സോ നമുക്ക് 3 മൈനസ് ചെയ്താൽ മതി, 252 കിട്ടും. സോ 252 ആണ് നമ്മളുടെ സബ്നെറ്റ് മാസ്ക്. നമ്മളോട് ചോദിച്ചേക്കുന്ന സബ്നെറ്റ് മാസ്ക് ഒന്നും കണ്ടുപിടിക്കാനായിട്ടല്ല, പകരം നമ്മളോട് ചോദിച്ചേക്കുന്ന എന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് സബ്നെറ്റ്. അപ്പൊ ഈ 6 ബിറ്റ് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് സബ്നെറ്റ് എത്രയാ? 2:6. 2:6 എത്രയാ? 2:6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 64 ആണ് 2:6 എന്ന് പറഞ്ഞത്. ഇനി ക്ലാസ് ബി ആയതുകൊണ്ട് തന്നെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഹോസ്റ്റ് എന്ന് പറയുന്നത് 16 ആയിരുന്നു. 16-ൽ 6 നമ്മൾ ഓൾറെഡി എടുത്തു. പിന്നെ ബാക്കിയുള്ളത് 10 ഉള്ളൂ. 10 ബിറ്റ് ആണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്റ്റ് ബിറ്റ് 10 ആണ്. അപ്പൊ 2:10 ആണ് ഹോസ്റ്റ്, മാക്സിമം ഹോസ്റ്റ്. അപ്പൊ 1024 ആണ് ഹോസ്റ്റ്. ഇനി നമ്മുടെ ഓപ്ഷനിലോട്ട് വന്നേ. ഓപ്ഷനിൽ നമുക്ക് 1020 ഓപ്ഷൻ എയും ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം അവിടുത്തെ ഹോസ്റ്റിന്റെ കൗണ്ട് ഒന്നുമല്ല. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, 1020. ഓപ്ഷൻ സി നോക്കിക്കേ, 1022 1024 ഉണ്ട്. അതായത് മനസ്സിലാക്കേണ്ടത് എന്താ? മാക്സിമം ഹോസ്റ്റ് ആ ചോദിച്ചേക്കുന്നത്, മാക്സിമം സബ്നെറ്റും ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമ്മള് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ 1000, മാക്സിമം ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1024-ൽ നിന്ന് 2 എണ്ണം മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1022 കിട്ടും. 1022 ആണ് ഹോസ്റ്റ് കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി എന്തുകൊണ്ടാ 64 വരാഞ്ഞെന്ന് തോന്നും. അതായത് സബ്നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 64 സബ്നെറ്റ് കിട്ടും. പക്ഷെ ആദ്യത്തെ ആ സബ്നെറ്റും ലാസ്റ്റത്തെ സബ്നെറ്റും നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ സബ്നെറ്റിന്റെയും ലാസ്റ്റത്തെ സബ്നെറ്റിന്റെയും അഡ്രസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും നെറ്റ്വർക്ക് അഡ്രസ്സും ആയിട്ട് വരും. നമ്മുടെ എൻറ്റയർ നെറ്റ്വർക്ക് അഡ്രസ്സും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും വരുന്നത് ആദ്യത്തെ സബ്നെറ്റിന്റെ പാർട്ടായിട്ടും ഏറ്റവും ലാസ്റ്റ് സബ്നെറ്റിന്റെ പാർട്ടായിട്ടുമാണ്. അതുകൊണ്ട് അവരെ രണ്ടിനെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ബാലൻസ് ഓഫ് 62 സബ്നെറ്റ് ആൻഡ് 1024 ഹോസ്റ്റ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസർ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്